സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ധനുഷ്കോടിയിലാണ്. ധനുഷ്കോടി ശ്രീലങ്ക ബോർഡർ. രാമേശ്വരത്തിൽ നിന്നും 20 കിലോമീറ്റർ നേരെ പോകുന്നത് കടലിൻ്റെ ഉള്ളിലേക്കാണ്. രണ്ട് സൈഡും കടലാണ്. 16-17 കിലോമീറ്റർ രണ്ട് സൈഡും കടലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ധനുഷ്കോടിയിലെത്താം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ്റെ റേഞ്ച് വരെ കട്ടാവും, മൊബൈൽ ടവർ വരെ കട്ടാവും. വെൽക്കം ടു ശ്രീലങ്ക എന്നാണ് ഫോണിലേക്ക് മെസ്സേജ് അടക്കം വരും. അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ്. കുറേ കാലങ്ങൾക്ക് മുന്നേ ഇവിടെയായിരുന്നു സിറ്റി. 1964 സുനാമി നടന്നതിന് ശേഷമാണ്, സുനാമി നടന്നിട്ടാണ് ഇവിടെ ഇല്ലാണ്ടായത്. അതിന് ശേഷമാണ് രാമേശ്വരം സിറ്റി ആയത്. അതിനുശേഷം ഇവിടേക്ക് വരുന്നത് നിഗൂഢതകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ട്രെയിൻ വരെ വരുമായിരുന്നു. ട്രെയിൻ ഇവിടെ വരും, കപ്പൽ വരും, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ആ സുനാമി എല്ലാം നടന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വരണമെങ്കിൽ നമ്മൾക്ക് ബാനിൽ വരണം. ബാൻ ഇവിടെ ആളുകളെ കൊണ്ട് വിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഇത് ഈ കടലിൽ നിന്ന് വാരി വിൽക്കുന്ന സംഭവമാണെന്നാണ് ഇവർ പറയുന്നത്. കടലിലെ മുത്തുകളും കോരകളൊക്കെ വാരി വിൽക്കുന്ന ശംഖും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. എന്തായാലും ഇവിടെ ഫോട്ടോ എടുത്ത് തരും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് മാത്രം കൊടുത്താൽ മതി, ഫോട്ടോ എടുത്ത് തരും. ക്യാഷും 3 പേരുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇത്തിരി നല്ല ചൂടാണെങ്കിലും ടൂറിസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ. ഈ സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഇത് കടലിൽ നിന്ന് വാരി വെക്കുന്നത് തന്നെയാണെന്നൊരു സംശയം. കാരണം ഇവർ കവറും അതിൽ ഒരുപാട് സ്റ്റാപ്ലറൊക്കെ ചെയ്തിട്ട് നല്ല കളറും പാക്കിങ്ങും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ കടലിൽ നിന്ന് വാരി സാധനം ഇത് എങ്ങനെ ചെയ്യണമെന്നൊരു പിടുത്തമില്ല. വാളയും മലയും മോതിരവും അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് ജീവിച്ചിട്ട് തന്നെ ഇത് വിറ്റിട്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശംഖും അങ്ങനെ ഒരുപാട് സംഗതി. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഷോക്കേസിലൊക്കെ മേടിച്ച് വെക്കാൻ, കുട്ടികൾക്ക് ഇടാൻ പറ്റിയ മാലയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സംഭവമാണ്. കണ്ടാ നോക്കി, നല്ല രസമുണ്ട്. ഇതാ കുറച്ച് ആൾക്കാർ ഇരുന്ന് വിളിക്കണം. കണ്ടേ, വിട്ട് വിളിക്കണം, ഞങ്ങളെ മേടിച്ചോണ്ടു. പക്ഷേ ഇവിടെ ഈ സമയത്ത് ഇത്തിരി തിരമാല കൂടുതലാണ്. നല്ല തിരമാല അടിക്കുമ്പോൾ അതിൻ്റെ ചാരൽ ഈ റോട്ടിക്കൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ട്. നല്ല ഒരു എന്താ പറയുക, നല്ല രസമുണ്ട്. ഇങ്ങനെ ഒന്നും കയറില്ല. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല. 7 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാരില്ലല്ലോ. 7 മണി വരെ അല്ലേ അലോടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടുമല്ലോ. 7 മണിക്ക് ശേഷം പിന്നെ ഇവിടെ ആരും നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്തിനാണെങ്കിലും നിഗൂഢത അടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് ധനുഷ്കോടി. ഇവിടേക്ക് ബൈക്കിൽ വരുന്ന ആ ഒരു ഫീലിങ്സ്